അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞങ്ങളൊക്കെ AP സമസ്തയിലുള്ള കാലത്ത് ശംസുൽ ഉലമയുടെ മധുഹൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നില്ല. ചെറിയ കുട്ടികളായ കാലത്ത് തന്നെ ശംസുൽ ഉലമയെ മോശമാക്കിയിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത്. EK എന്ന് പറഞ്ഞാൽ ഇബ്ലീസിൻ്റെ കക്ഷി എന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച കാലം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പറഞ്ഞതാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതൊക്കെ. ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ്. EK ഉസ്താദിനെ ഞങ്ങൾ കുറ്റം പറഞ്ഞിരുന്നു എന്ന് ഇയാൾ പറഞ്ഞു പോയി എന്നാണ്. അപ്പം നിങ്ങൾ കുറ്റം പറഞ്ഞില്ലേ? നമ്മൾ കുറ്റം പറഞ്ഞു പറഞ്ഞു, പച്ചക്കളവ് പറഞ്ഞു. അപ്പം എന്തായി? നമ്മൾ കുറ്റം പറഞ്ഞിട്ടില്ലാന്നും പറഞ്ഞത് തെളിയിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു. നമ്മൾ ആ ക്ലിപ്പിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ എന്തായി? ഇവൻ്റെ പിന്നെ തടവ് നോക്കി, പിന്നെ അടവ് മാറ്റിക്കാരൻ ഇപ്പോൾ പറഞ്ഞ് നിങ്ങൾ പിന്നെ നേരെ തിരിച്ചു മാറ്റർ നമുക്ക് തന്നിരിക്കുന്നത്. അത് ആ മാറ്റർ അനുസരിച്ച് പറഞ്ഞാണ്. എങ്ങനെയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ഇവനെ പോലത്തെ മലക്കം പറഞ്ഞ ആൾക്കാർ വേറെ ഉണ്ടോ? ഇവൻ കുറ്റം ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിരിക്കണേ, ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു നിൽക്കണേ, ഞങ്ങളുടെ അനുഭവം അതാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ പറയില്ലല്ലോ, ഇത് നേരെ തിരിച്ചാണല്ലോ പറഞ്ഞത്. EK സാർ മഹാനാണെന്നും EK സാറിനെ കുറ്റം ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ തെളിയിക്കാൻ കഴിയില്ല എന്ന് പറയണല്ലോ. അന്ന് അങ്ങനെ പഠിപ്പിച്ചെങ്കിൽ ഇങ്ങനെ പറയില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ആ പെട്ടിട്ടപ്പോൾ അതിന് മറുപടി പറയാൻ കഴിയില്ല. അതിന് മറുപടി പറയാൻ കഴിയാത്തോടെ എന്താക്കിയോ? ഓൻ കാട്ടിനെ കോലം നോക്കി അടുത്ത പെട്ടുണ്ടോളി. ഇവനെ പോലത്തെ ഓന്താൽ വേറെ ആരുണ്ടോ എന്ന് ആലോചിച്ച് നിങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ടീം EK ഉസ്താദിനെ അതുപോലെ തന്നെ പാണക്കാട് തങ്ങളെയൊക്കെ നന്നാക്കി പറയാൻ പൊതുരംഗത്ത് പ്രഭാഷകരോട് മാറ്റർ കൊടുത്തിരുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് തരുന്ന മാറ്ററിലുണ്ടാവും EK ഉസ്താദ് മഹാനായ പണ്ഡിതനായിരുന്നു, പക്ഷെ അദ്ദേഹത്തെ പലരും തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറയണം. പാണക്കാട് തങ്ങളെ മഹത്വമൊക്കെ പുറത്ത് കുറച്ച് പറഞ്ഞേക്കുന്നാലേ ആളുകൾ കേൾക്കൊള്ളൂ. നിങ്ങളെ കൂട്ടത്തിലായ സമയത്ത് ഉള്ളിൽ ഈ രൂപത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും പുറത്തിങ്ങനെ പറയാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്ത കാലങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ഏതാ സാധനം? രണ്ടിനും മറുപടി ആയില്ലേ? ഇത്തം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ മറുപടിയായി. മധു പറഞ്ഞത് എന്തുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ മാറ്റർ കൊടുത്തോണ്ടാണല്ലോ. ഓന്റെ ചെങ്ങായി എന്താ അതിനൊക്കെ പറയാ? അങ്ങനെ ആലോചിക്ക്. കൊണ്ടുവരുന്ന പ്രസംഗിച്ചപ്പോഴേ നമ്മളെ കാണിച്ചെടുത്തപ്പോൾ നിങ്ങൾ പുറത്ത് അങ്ങനെ പറയാൻ ഞങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞാണ്. അപ്പോൾ പുറത്ത് അങ്ങനെയാണ്, ഉള്ളിൽ ഇങ്ങനെയാണ്. എനിക്കുണ്ടാവും എൻ്റെ നിപ്പാക്ക് എനിക്ക് തോന്നണേ. ഇവിടെ പോലെ അങ്ങനെയുള്ളൂ. ഇവിടെ നമ്മൾ എത്രയോ കാലം നമ്മൾ സംഘടനയിൽ പ്രവർത്തിച്ചു തന്നെ, ഇപ്പോഴും സംഘടനയുണ്ട്. നമുക്കങ്ങനെ ക്ലാസ്, നമ്മൾ പല ക്ലാസ്സുകളിലും സംഘടനയുടെ പല പരിപാടികളിലും നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. നമുക്കങ്ങനെ ക്ലാസ് തരാറും പുറത്തൊന്നും ഉള്ളിലൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഇവർക്ക് മാത്രമാണ് പഠിപ്പിച്ചെടുക്കുക. പച്ചതാണ് ഇതും പറഞ്ഞത്, അതും പച്ചതാണ്. അതുപോലെ ഗപ്പ് ഇട്ടപ്പോൾ കുടുങ്ങിയപ്പം അതിനെന്തെങ്കിലും മറുപടി പറയണ്ടേ? ആ ഗപ്പിന് മറുപടി പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതും ഒരു പറയിപ്പിച്ചതാണ്, മറ്റേതും ഒരു പറയിപ്പിച്ചതാണ്. ഓനെ അടിച്ചലാമത്താക്കി പണ്ടാ സീരിയർക്കിപ്പം അത് രാമന്തലും പറ്റിച്ചാണ് ആദ്യം. എന്തുകൊണ്ട് സമസ്തയിലേക്ക് നിങ്ങൾ സീരിയർക്കി? ആ രാമന്തലും എന്നെ പറ്റിച്ചാണ് ഞാൻ പ്രസംഗിച്ചാണ് എന്ന് പറഞ്ഞു. അവർ രണ്ടാമത്തെ ഇറക്കിയതോ തിരിച്ച് നേരെ പ്രസംഗിച്ച് ആ സീഡിക്ക് മറുപടി ആയിട്ട് പിന്നെ പ്രസംഗിച്ചു. അപ്പോൾ അത് അതിനെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സുലൈമാൻ സാറിന്റെ മോനെ മജിയസിന് പറഞ്ഞു നിർബന്ധിപ്പിച്ചുകൊണ്ട് എന്നെ കൊണ്ട് പ്രസംഗിച്ചാണ്. ആ രണ്ട് പ്രസംഗം അങ്ങനെയാണ്. പിന്നെ അതിന് ശേഷമല്ലേ അതിനെ പറ്റി ചോദിച്ചു. അവ പറഞ്ഞ് അത് വേറോട് പോലും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാണ് അത് ഓല ആശയാണ് ആദ്യ കാലത്ത് പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തർ തലയിൽ കിട്ടിക്കാണ്ട് മൂപ്പറിങ്ങനെ തടിച്ചലാമത്താക്കുക. പള്ളി വാല് മുറിച്ചിരുന്ന മാതിരി പള്ളി വാല് മുറിച്ചിട്ട് ഞാൻ രക്ഷപ്പെടുന്നുണ്ടല്ലോ. നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തരും എന്താക്കും വാല് മുറിച്ചിക്കാണ്ട് ഇങ്ങനെ തടിച്ചലാമത്താക്കും, ഓന്റെ തടിച്ചലാമത്താക്കും. അത് പറ്റാപ്പത്